നമസ്കാരം. ഇറാൻ തീരത്ത് അമേരിക്ക തുടർച്ചയായി നടത്തുന്ന കടുത്ത സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ അയൽരാജ്യമായ ബഹ്റൈനിലും യുദ്ധഭീതി ശക്തമായി. രാജ്യത്തുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അയൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഹോർമോസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായിട്ടാണ് തങ്ങൾ ഈ സൈനിക നടപടി കടുപ്പിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. രാജ്യാന്തര സമുദ്രപാതയിലെ സ്വതന്ത്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ കാണിക്കുന്ന അനാവശ്യമായ പ്രകോപനങ്ങൾക്കും ആക്രമണങ്ങൾക്കും കടുത്ത വില നൽകേണ്ടി വരുമെന്നും അമേരിക്കൻ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ധാരണ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വ്യോമാക്രമണം അതിരൂക്ഷമായത്. ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഔദ്യോഗികമായി സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ ആക്രമണങ്ങളുടെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ നയതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞമട്ടാണ്. ഇറാനെതിരെയുള്ള ഈ സൈനിക നീക്കം ഒരു പരമ്പരാഗത യുദ്ധമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാന്റെ ആണവായുധ ശേഷി പൂർണ്ണമായും തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ അനുവദിക്കില്ലെന്നും ലോകസമാധാനത്തിന് അത് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മധ്യപൂർവേഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ ആഗോള ഊർജ്ജ വിപണിയിൽ വീണ്ടും വലിയ ഭീതി പടരുകയാണ്. ഏഷ്യൻ വിപണികളിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $78.80 US ഓയിൽ വില $74.30 കടന്നു. ഹോർമോസ് കടലിടുക്ക് വഴി നടത്തുന്ന എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് വിലക്കയറ്റത്തിന് കാരണം. പേർഷ്യൻ ഉൾക്കടലിലെ തർക്കദ്വീപായ അബു മൂസയ്ക്ക് നേരെയും റോക്കറ്റ് ആക്രമണമുണ്ടായതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇതോടൊപ്പം ബന്ദർ അബ്ബാസിന് കിഴക്കുള്ള മേഖലകളിലും വലിയ സ്ഫോടനങ്ങൾ നടന്നു. UAEയും ഇറാനും തമ്മിൽ കാലങ്ങളായി ഉടമസ്ഥാവകാശം തർക്കം നിന്നിരുന്ന അബു മൂസ തുന്നബ് ദ്വീപുകളിലെ ആക്രമണം മേഖലയിലെ മറ്റു സഖ്യരാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന ഭീതി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 3 പ്രമുഖ വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത്. മാർഷൽ ഐലൻഡ്സ്, സൗദി അറേബ്യ, ലൈബീരിയൻ പതാകകൾ വഹിച്ച കപ്പലുകൾക്കാണ് ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ച് കേടുപാടുകൾ സംഭവിച്ചത്. അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴിയെ അവതാളത്തിലാക്കാനുള്ള ഇറാന്റെ ഈ ശ്രമങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കാനാണ് US വ്യോമസേന ലക്ഷ്യമിടുന്നത്. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഒമാൻ നിർദ്ദേശിച്ച ബദൽ പാതകളെ നിരാകരിച്ച് സ്വന്തം നിലയിൽ തിരുവ പിരിക്കാനും സഞ്ചാരം നിയന്ത്രിക്കാനും ഇറാൻ ശ്രമിച്ചതാണ് പ്രശ്നം വഷളാക്കിയത്. ഇറാന്റെ ഈ ഏകപക്ഷീയമായ നിലപാടിനെതിരെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.